ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് എന്ന് പറയുന്ന +1 സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു സിമ്പിൾ പ്രോബ്ലം ആണ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യുന്നത് എന്ന് നോക്കാം. കാണുമ്പോൾ പെട്ടെന്ന് കൺഫ്യൂസിംഗ് ആയിട്ട് ചിലർക്കൊക്കെ തോന്നാം. ബട്ട് ലെറ്റ് സീ ഹൗ ക്യാൻ വി സോൾവ് ദിസ്. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? ഷോ ദാറ്റ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ഇംപ്ലൈസ് എ ഈക്വൽ ടു ബി. എന്താണ് ഈ ക്വസ്റ്റ്യൻ മീൻ ചെയ്യുന്നത്? ഇംപ്ലൈസ് എന്ന് വെച്ചാൽ എന്താണ്? എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ആണെങ്കിൽ എ ഈക്വൽ ടു ബി ആണ്. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളതാണ് ഇംപ്ലൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ആണെങ്കിൽ എ ഇസ് ഈക്വൽ ടു ബി ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ സപ്പോസ് ദാറ്റ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണ്? സപ്പോസ് ദാറ്റ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി. ഇനി നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? സോ നമ്മൾ ഇത് സപ്പോസ് ചെയ്തു, എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ആണെങ്കിൽ എ ഈക്വൽ ടു ബി ആവണം. സോ നമ്മൾ വിചാരിക്കുകയാണ്, അതെ, എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ആണ്. ഇനി എ ഈക്വൽ ടു ബി ആണ് എന്ന് എങ്ങനെ പ്രൂവ് ചെയ്യും? എങ്ങനെ പ്രൂവ് ചെയ്യും എ ഈക്വൽ ടു ബി ആണ് എന്നുള്ളത്? അതിനൊരു വഴിയുണ്ട്. എ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ബി ആണ് എന്ന് പ്രൂവ് ചെയ്യുക. ചില ടെക്സ്റ്റിലൊക്കെ വെറും ഇങ്ങനെയാണ് കേട്ടോ സബ്സെറ്റിനെ നൊട്ടേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഓൾസോ, അത് ടെക്സ്റ്റ് ബുക്കുകളുടെ ഒരു ഡിഫറൻസിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. എ സബ്സെറ്റ് ഓഫ് ബി ആണ്, ബി സബ്സെറ്റ് ഓഫ് എയുമാണെങ്കിൽ എന്താണ്? എ ഇസ് ഈക്വൽ ടു ബി ആണ്. സോ എ ഈക്വൽ ടു ബി എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? എ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ബി ആണ്, ബി സബ്സെറ്റ് ഓഫ് എ ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇനി ഫസ്റ്റ് എ സബ്സെറ്റ് ഓഫ് ബി ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം? എയിലുള്ള റാൻഡം ആയിട്ടൊരു എലിമെന്റ് എടുത്താൽ, ഇഫ് എ ബിലോങ്സ് ടു എ എവിടെയും വേണം? എ ബിയിലും ഉണ്ടാവണം. അതായത് റാൻഡം ആയിട്ട് എയിൽ ഒരു എലിമെന്റ് എടുത്തു, അത് ബിയിലും ഉണ്ടെങ്കിൽ എ കംപ്ലീറ്റ് ആയിട്ട് എവിടെ ഉണ്ടാവും? ബിയിൽ ഉണ്ടാവും, ആണല്ലോ. സോ അത് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി, എ സബ്സെറ്റ് ഓഫ് ബി ആണെന്ന് പ്രൂവ് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു? സപ്പോസ് ദാറ്റ് എ ബിലോങ്സ് ടു എ എന്ന് പറയുന്ന ഒരു എലിമെന്റ് ക്യാപിറ്റൽ സെറ്റ് എയിലുണ്ട് എന്ന് വിചാരിക്കുക. ഇനി എയിൽ ഉണ്ടെങ്കിൽ ദിസ് ഇംപ്ലൈസ് എന്താണ്? എ യൂണിയൻ ബിയിൽ ഉണ്ടാവും, അല്ലെ? എയിൽ ഉണ്ടെങ്കിൽ എ യൂണിയൻ ബിയിൽ ഉണ്ടാവും, കാരണം എയും ബിയും കൂടെ ചേർന്നതാണ് എ യൂണിയൻ ബി. സോ എയിൽ ഉണ്ടെങ്കിൽ എ യൂണിയൻ ബിയിൽ ഉണ്ടാവും. ഇനി ഓൾസോ എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു എന്താണ്? എ ഇന്റർസെക്ഷൻ ബി ആണ്. അതായത് എ യൂണിയൻ ബിയിൽ ഉണ്ട്, പക്ഷെ എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു എന്താണ്? എ ഇന്റർസെക്ഷൻ ബി ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ദിസ് ഗിവ്സ്, ദാറ്റ് ഇസ് ഇംപ്ലൈസ് എന്നുള്ള ഒരു സിമ്പിൾ ആണ് കേട്ടോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എ ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബിയിലുണ്ട്. ഇനി എ ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ടെങ്കിൽ ഏതിലുണ്ടാകും? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടിലും കോമൺ ആയിട്ടുള്ള എലിമെന്റ്സ് ആണ്. അപ്പോ എ എന്ന് പറയുന്നത് എയിലും ഉണ്ട്, ബിയിലും ഉണ്ട്. സോ കോമൺ ആയിട്ടുള്ള എലിമെന്റ് ആയതുകൊണ്ട് എവിടെയും ഉണ്ടാവും? എ എന്ന് പറയുന്നത് ബിയിലും ഉണ്ടാകും. അതായത് എ എന്ന് പറയുന്ന ഒരു എലിമെന്റ് എ എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടെങ്കിൽ അത് ബിയിലും ഉണ്ട്, വിച്ച് ഇംപ്ലൈസ് എന്താണ്? എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് പ്രൂവ് ചെയ്യണം. ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇതും പ്രൂവ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എ എടുത്തോണ്ട് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായില്ലേ? സോ നമുക്ക് ഇവിടെ ഒരു സി എടുക്കാം. സി എന്ന് പറയുന്ന എലമെന്റ് ബിയിലുണ്ട് എന്ന് വിചാരിക്കുക. ബിയിലുണ്ടെങ്കിൽ എന്തിലുണ്ടാവും? ബി യൂണിയൻ എയിലുണ്ടാവും. അതായത് എ യൂണിയൻ ബിയിലുണ്ടാവും. എ യൂണിയൻ ബിയിലുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. എ യൂണിയൻ ബിയിലുണ്ട്, പക്ഷെ എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു എന്താണ്? എ ഇന്റർസെക്ഷൻ ബി ആണ്, വിച്ച് മീൻസ് സി ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി. ദാറ്റ് ഇംപ്ലൈസ് സി ബിലോങ്സ് ടു എ, അല്ലെ? എ ഇന്റർസെക്ഷൻ ബിയിലുണ്ട് മീൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? എയിലും ഉണ്ട്, ബിയിലും ഉണ്ട്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലിമെന്റ്സ് ആണ്. കോമൺ എലിമെന്റ്സ് ആണ് ഇന്റർസെക്ഷൻ ബിയിൽ വരിക. അപ്പൊ കോമൺ ആയിട്ടുള്ള എലിമെന്റ്സ് മീൻസ് എന്താണ്? സി എക്കും ബിക്കും കോമൺ ആണെന്ന് വെച്ചാൽ എന്താണ്? എയിലും ഉണ്ട്, ബിയിലും ഉണ്ട് എന്നല്ലേ? സോ സി ബിലോങ്സ് ടു എ ആണ്, വിച്ച് ഇംപ്ലൈസ്, അപ്പൊ ബിയിലുള്ള ഒരു എലിമെന്റ് എടുത്തപ്പം അതെവിടെയുണ്ട്? എയിലുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ.
ഇനി ഇവിടെ നോക്കുക, എ സബ്സെറ്റ് ഓഫ് ബിയുമാണ് ബി സബ്സെറ്റ് ഓഫ് എയുമാണെങ്കിൽ എന്താവണം? എ ഈക്വൽ ടു ബി ആവണം അല്ലേ? എ ബിയുടെ സബ്സെറ്റ് ആണ് മീൻസ് എ എന്ന് പറയുന്നത് ബിക്ക് അകത്ത് നിൽക്കണം. ഇനി ബി എയുടെ സബ്സെറ്റ് ആണ് മീൻസ് ബി എയുടെ അകത്ത് നിൽക്കണം. സോ എ ബിയുടെ അകത്തും നിൽക്കണം, ബി എയുടെ അകത്തും നിൽക്കണമെങ്കിൽ രണ്ടും എന്താവണം? ഈക്വൽ ആവണം. എ ഈക്വൽ ടു ബി ആവണം. സോ അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.